ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ഏറ്റവും കൂടുതൽ സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ് നമ്മുടെ റസ്മിനും നോറയും ഒന്നിച്ച് ബാത്റൂമിൽ കയറിപ്പോയത്. അതെന്താണ് വിഷയം എന്നുള്ള കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും. നമ്മുടെ നോറ ആദ്യം ബാത്റൂമിലേക്ക് പോകുന്നു, റസ്മിൻ ബാത്റൂമിൻ്റെ പുറത്ത് നിൽക്കുന്നു. നോറ വാതിൽ ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് ജിൻഡോയും നോറയും തമ്മിൽ കൂട്ടിക്കെട്ടിയിട്ടുള്ള ആ ഒരു ടാസ്ക് ഉണ്ടായിരുന്നില്ലേ, ഹോട്ട്സ്റ്റാറിൽ നമ്മുടെ ജനങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞ് ബിഗ് ബോസ് രണ്ടുപേരെ കൂട്ടിക്കെട്ടിയത്. ഈ ഒരു ടാസ്കിൽ ജിൻഡോയും നോറയും തമ്മിൽ നല്ല രീതിയിലുള്ള പിടി വലിയും അടിയും എല്ലാം ഉണ്ടായിരുന്നു. ജിൻഡോ നോറയെ എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിച്ചിരുന്നു. നോറ നല്ല രീതിയിൽ പൊട്ടിത്തെറിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ റസ്മിനോട് പറഞ്ഞുകൊണ്ട് ബാത്റൂമിനുള്ളിൽ നിൽക്കുന്ന നോറയും ഇതെല്ലാം ശ്രദ്ധിച്ച് കേട്ടുകൊണ്ട് പുറത്ത് നിൽക്കുന്ന റസ്മിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവർ തമ്മിലുള്ള കോൺവെർസേഷൻ എന്താണെന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് പിടികിട്ടുന്നുണ്ട്. എന്നിട്ട് കുറച്ച് സമയങ്ങൾക്ക് ശേഷം പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞ് നോറ നമ്മുടെ ബാത്റൂമിൻ്റെ ഡോർ അങ്ങ് ഓപ്പൺ ചെയ്യുന്നു. റസ്മിൻ ബാത്റൂമിൻ്റെ അകത്തേക്ക് പോകുന്നു. ദെൻ അതിനുശേഷം അവർ നിന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ് ഒരുപാട് നേരം. ബിഗ് ബോസ് അവരോട് പുറത്തേക്ക് ഇറങ്ങി പോകാനോ അങ്ങനെയൊന്നും ആദ്യ സമയങ്ങളിലൊന്നും പറഞ്ഞില്ല. ഒരുപാട് നേരം അവർക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടാണ് ഇറങ്ങിപ്പോയത്. ഈ സമയത്ത് നമുക്ക് ആലോചിക്കണം, റസ്മിൻ എന്ന് പറഞ്ഞ വ്യക്തി ആ ബിഗ് ബോസ് ഹൗസിൽ ഈ ടൈമിൽ ഒരു ക്യാപ്റ്റൻ ആയിരുന്നു. ഒരു ക്യാപ്റ്റൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യവും മറ്റുള്ളവർ ചെയ്യുകയാണെങ്കിൽ അത് എതിർക്കേണ്ട വ്യക്തി തന്നെ ഈ ഒരു കുറ്റം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇത് വളരെ വലിയൊരു അലിഗേഷനാണ്. രണ്ടു പേര് കൂടി ഒരു ബാത്റൂമിൽ കയറി നിൽക്കുക എന്നുള്ളത്, രണ്ട് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും എങ്ങനെയൊക്കെ പോയാലും ഇത് ബിഗ് ബോസ് ഹൗസിൽ അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഇത് വളരെ വലിയൊരു കുറ്റമായി എടുത്തുകൊണ്ട് ക്യാപ്റ്റനായിട്ടുള്ള റസ്മിനും നോറയ്ക്കും നല്ല രീതിയിലൊരു പണിഷ്മെൻറ്റ് ലാലേട്ടൻ കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ഒരു സീസണിൽ നമ്മൾ പറയുന്നത് പോലെ ഒന്നും അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലൊന്നും ലാലേട്ടൻ കണ്ടസ്റ്റൻസിനോട് സംസാരിച്ച് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നല്ല രീതിയിൽ ഒരു ഫേവറിസം കാണിക്കുന്ന രീതിയിലാണ് ലാലേട്ടൻ മറ്റുള്ള കണ്ടസ്റ്റൻസിനോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലാലേട്ടനെതിരെയും നല്ല രീതിയിലുള്ള ഒരു ക്യാമ്പയിൻ മുന്നോട്ട് പോകുന്നുണ്ട്. ലാലേട്ടനെ ഹോസ്റ്റിൻ്റെ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്ന ഒരുപാട് യൂട്യൂബേഴ്സും അതുപോലെ തന്നെ ഈ ഒരു കാണുന്ന വ്യൂവേഴ്സിനും ആഗ്രഹമുണ്ട് ലാലേട്ടൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്, ഇയാൾക്ക് പറ്റൂല്ലെങ്കിൽ ഇട്ടിട്ട് പൊക്കോടോ എന്നൊക്കെ പറയുന്ന ഒരുപാട് പേര്. എനിക്ക് ഒരുപാട് കമൻറ്റുകളും കാര്യങ്ങളും വരുന്നുണ്ട് ലാലേട്ടനെതിരായിട്ട്. അപ്പോൾ എന്തായാലും ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലല്ല ഈ ഒരു ഷോ ലാലേട്ടൻ ഹോസ്റ്റ് ചെയ്യുന്നത്. ലാലേട്ടനെ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. ഇതിൻ്റെ സ്ക്രിപ്റ്റ് അനുസരിച്ച് അദ്ദേഹം അവിടെ ചെന്ന് വായിക്കുന്നതേ ഉള്ളൂ. അദ്ദേഹത്തിന് പൈസ കിട്ടുന്നുണ്ട്, പുള്ളിക്കാരൻ അതിനനുസരിച്ച് വായിക്കുന്നു. പക്ഷേ നമ്മളൊരു ഷോയിൽ ചെന്ന് നിൽക്കുന്ന സമയത്ത് അതിനോട് കാണിക്കേണ്ട ചില കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്. ലാലേട്ടൻ എന്ന് പറഞ്ഞ വ്യക്തി അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്തായാലും ഇത് പുറത്തേക്ക് പോകുമ്പോൾ ഇത്തിരി മോശമായിട്ട് പോകുമെന്നുള്ള കാര്യം ലാലേട്ടൻ തന്നെ അറിയാം. അപ്പോൾ അദ്ദേഹം ബിഗ് ബോസിനോട് പറയണം ഇത്തരത്തിൽ സംസാരിക്കുന്നത് ശരിയല്ല. അപ്പോൾ ഞാൻ ഇത് അവിടെ ചെന്ന് പറയണമെന്നുണ്ടെങ്കിൽ കുറച്ച് ന്യായം വേണം. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എന്നോട് പറയൂ എന്നുള്ള രീതിയിൽ ബിഗ് ബോസിൻ്റെ അടുത്ത് ആർഗ്യുമെന്റ് ചെയ്യാനായിട്ട് ലാലേട്ടന് തീർച്ചയായിട്ടും സാധിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാതെ ബിഗ് ബോസ് പറയുന്നത് അതേപടി കണ്ടസ്റ്റൻസിനോട് എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യം തന്നെയാണ്. മറ്റുള്ള ലാംഗ്വേജുകളിൽ ഇങ്ങനെയൊന്നും അല്ല. നമ്മുടെ സൽമാൻ ഖാനൊക്കെ ഹോസ്റ്റ് ചെയ്യുന്നത് വളരെ ക്ലിയർ ആയിട്ടും അദ്ദേഹം ജനങ്ങൾ എന്ത് അറിയാൻ ആഗ്രഹിക്കുന്നോ അത് മാത്രമേ കണ്ടസ്റ്റൻസിനോട് ചോദിക്കുള്ളൂ. ജനങ്ങൾ ആരോട് ദേഷ്യപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നോ അദ്ദേഹം അവിടെ ചെന്ന് അവരോട് ദേഷ്യപ്പെട്ടിരിക്കും, ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിച്ചിരിക്കും. അങ്ങനെ വേണം ഹോസ്റ്റ് ആയി കഴിഞ്ഞാൽ. അല്ലാതെ ബിഗ് ബോസ് പറയുന്ന കാര്യങ്ങൾ അതേപടി ചോദിക്കാനാണെങ്കിൽ എന്തായാലും ലാലേട്ടനും ഇത് വളരെ മോശമായിട്ട് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്തായാലും നമ്മൾ പറഞ്ഞു വന്നത് നോറയും റസ്മിനെയും പറ്റിയാണ്. ജിൻഡോ ആയിട്ടുള്ള ആ ഒരു പിടിവലിയൊക്കെ നോറ റസ്മിനോട് സംസാരിച്ച് അവസാനം ബാത്റൂമിൻ്റെ ഉള്ളിൽ കയറി സംസാരിക്കലായി. എന്തായാലും ഇത് വളരെ വലിയൊരു അലിഗേഷനാണ്. ഇതിനെപ്പറ്റി ചോദിച്ചേ പറ്റൂ, അല്ലെങ്കിൽ മറ്റുള്ള തെറ്റുകളൊക്കെ കണ്ടില്ല എന്ന് വെക്കണം. ഇപ്പോൾ നമ്മുടെ സിബിൻ ചെയ്തതും അതുപോലെ തന്നെ ജിൻഡോ ചെയ്യുന്നതൊക്കെ ആയിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ എടുത്ത് നല്ല രീതിയിൽ സംസാരിക്കുന്ന ലാലേട്ടൻ ഇത്രയും വലിയൊരു അലിഗേഷൻ വന്നിട്ട് അതിനെപ്പറ്റി സംസാരിച്ചില്ല എങ്കിൽ എങ്ങനെയാണ്? ഇതിന് മുന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ജാസ്മിനെ പറ്റി ഒരു കാര്യം നമ്മൾ അറിയണമെന്ന് വിചാരിച്ചു. ലാലേട്ടൻ അതിനെപ്പറ്റി ചോദിച്ചതേ ഇല്ല. അത് പിന്നെ അന്ന് പോട്ടേന്ന് വെച്ചു. പക്ഷേ ഇതൊരിക്കലും അനുവദിക്കാൻ പറ്റുന്ന കാര്യമല്ല. ക്യാപ്റ്റനും കൂടി ആയിട്ടുള്ള റസ്മിനാണ് ഇത്തരത്തിലുള്ള ഊളപ്പരിപാടി കാണിച്ചിരിക്കുന്നത്. എന്തായാലും ബാത്റൂമിൻ്റെ ഉള്ളിൽ രണ്ടുപേരും കൂടി പോയിരിക്കുന്ന കാര്യം തീർച്ചയായിട്ടും ലാലേട്ടൻ എന്ന് ചോദിക്കണം. അതിന് തക്കതായിട്ടുള്ള പണിഷ്മെൻറ്റ് കൂടി കൊടുക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ബിഗ് ബോസ് മലയാളം സീസൺ 6 പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം.